പാലക്കാട് മണ്ണാർക്കാട് നിപ്പ കണ്ടെയ്ൻമെന്റ് സോണിൽ പോലീസും യുവാവും തമ്മിൽ അസഭ്യവർഷവും കയ്യാങ്കളിയും. കണ്ടെയ്ൻമെന്റ് സോണിന് പുറത്തിറങ്ങണമെന്നാവശ്യപ്പെട്ട് ഇരുചക്ര വാഹനവുമായി എത്തിയ യുവാവുമായാണ് സംഘർഷം ഉണ്ടായത്. പോലീസ് ഉദ്യോഗസ്ഥൻ യുവാവിനെ അസഭ്യം പറഞ്ഞെന്നും മർദ്ദിച്ചെന്നും പരാതിയുണ്ട്. എന്തായാലും നമുക്കറിയാം, നിപ്പ ബാധ റിപ്പോർട്ട് ചെയ്ത പ്രദേശമാണ് പാലക്കാട് മണ്ണാർക്കാട്. അവിടെ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടെ യാത്ര ചെയ്യുന്നതിനും അതേപോലെ തന്നെ പുറത്തിറങ്ങുന്നതിനുമൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായി ഈ വിലക്ക് ലംഘിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള കയ്യാങ്കളിയിലേക്കും അസഭ്യ വർഷങ്ങൾ ചൊരിയുന്നതിനുമുള്ള സാഹചര്യത്തിലേക്ക് ഇടയാക്കിയത്. എന്തായാലും ഇരുചക്ര വാഹനത്തിൽ എത്തിയ ആളുമായാണ് പോലീസ് ഇത്തരത്തിൽ വാക്കേറ്റം നടന്നതും കയ്യാങ്കളി നടന്നതും എന്ന് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, കണ്ടെയ്ൻമെന്റ് സോണിലാണ് ഇപ്പോൾ ഈ സംഭവം നടന്നിട്ടുള്ളത്. ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. എന്താണ് ഉണ്ടായ സംഭവം? കൂടുതൽ വിശദാംശങ്ങൾ അരുൺ. വിനോദ്, നമുക്കറിയാം, ഈ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് മേഖലയിൽ 2 പേർക്കായി നിപ്പ ഉണ്ടാവുന്നു. അത് സ്ഥിരീകരിക്കുന്നു. ഒരു 38കാരിക്ക് ആദ്യം നിപ്പ സ്ഥിരീകരിച്ചു. പിന്നീട് ഒരു 57കാരനും നിപ്പ സ്ഥിരീകരിച്ച് മരിക്കുന്ന ഒരു സ്ഥിതി വരെ ഉണ്ടായി. ഇതോടുകൂടെയാണ് ഈ പ്രദേശത്ത് മണ്ണാർക്കാട്, കുമരംപുത്തൂർ തുടങ്ങിയ മേഖലകളിലൊക്കെ കണ്ടെയ്ൻമെൻറ്റ് സോണുകൾ പ്രഖ്യാപിച്ച് അവിടുത്തെ ജനങ്ങൾ പുറത്തിറങ്ങരുത് എന്നുൾപ്പെടെ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു യുവാവിൻ്റെ ഇരുചക്ര വാഹനവും എടുത്തുകൊണ്ട് കണ്ടെയ്ൻമെൻറ്റ് സോണിന് പുറത്തേക്ക് കടക്കുന്നതിന് വേണ്ടി പോലീസുമായിട്ട് ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നത്. പക്ഷേ ആ സമയത്ത് സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഇത്തരത്തിൽ പ്രതികരിക്കുമെന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മൾ കൊറോണ കാലത്തൊക്കെ കണ്ടിട്ടുള്ളതാണ്. കാരണം ഒരുപാട് നേരം വീട്ടിലും മറ്റുമൊക്കെ അടച്ചിരിക്കുമ്പോൾ അതിൽ നിന്നും പുറത്തേക്ക് ചാടുന്നതിന് വേണ്ടി പലതരത്തിൽ ആളുകൾ പെരുമാറുന്നതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത്തരത്തിലൊരു യുവാവ് വന്ന് ഇരുചക്ര വാഹനവും എത്തി പോലീസിനോട് തനിക്ക് പുറത്ത് കടക്കണമെന്നാവശ്യപ്പെട്ട ബഹളം വെക്കുമ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു നിരുത്തരവാദിത്വപരമായ സമീപനം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് തന്നെ ഈ യുവാവിൻ്റെ ചെവിയിൽ ചെന്ന് അസഭ്യം പറയുന്നു. ആ അസഭ്യം കേട്ട് യുവാവ് വീണ്ടും കൂടുതൽ പ്രകോപിതനാവുകയും പിന്നീട് ആ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ യുവാവിൻ്റെ ഭാഗത്തു നിന്നും അസഭ്യവർഷം നടത്തുകയായിരുന്നു. ഇതോടുകൂടെയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ യുവാവിനെ മർദ്ദിക്കാൻ തുടങ്ങുന്നത്. കുറേയേറെ നേരം വലിയ രീതിയിൽ തന്നെ ആ യുവാവിനെ മർദ്ദിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും യുവാവിൻ്റെ പേരെന്താണ്, യുവാവിനെതിരെ പോലീസ് കേസെടുത്തു. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന പ്രകാരമാണെങ്കിൽ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അരുൺ, വിശദാംശങ്ങളിലേക്ക് വരാം. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടെ പോകാം. പോലീസ് ആ യുവാവിന്റെ അടുത്ത് ചെന്ന് ചെവിയിൽ അസഭ്യം പറയുന്നു, തുടർന്ന് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ. തുടരാം. എന്താണ് ഇത്തരത്തിലെ ഒരു പ്രകോപനത്തിലേക്ക് നീങ്ങിയ കാരണങ്ങൾ? ഈ യുവാവുമായി സംസാരിച്ചോ? കൂടുതൽ വിവരങ്ങൾ അരുൺ, തുടരാം. വിനോദ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ആ യുവാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. യുവാവ് അവിടെ പലരും അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, ഇതൊക്കെ തങ്ങളുടെ വാർഡിലെ ആളുകളാണ് എന്നൊക്കെ പറഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ കൃത്യമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് പോലീസ് ഉദ്യോഗസ്ഥൻ ആ യുവാവിനെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിന്ന് പോകാൻ അനുവദിക്കാതെ ആ നടപടികളായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നും സ്വീകരിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഉദ്യോഗസ്ഥൻ അതല്ല ചെയ്യുന്നത്. പകരം ആ യുവാവിൻ്റെ ചെവിയിൽ പോയി അസഭ്യം പറയുകയും പിന്നീട് യുവാവ് അതിൽ കൂടുതൽ പ്രകോപിതനായിക്കൊണ്ട് ആ ഉദ്യോഗസ്ഥന് നേരെ അസഭ്യവർഷം നടത്തുകയും അത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് കടക്കുകയാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ആ യുവാവിന് വലിയ രീതിയിൽ തന്നെ മർദ്ദനമേറ്റിട്ടുണ്ട്. നമ്മൾ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് യുവാവിനെതിരെ ഉണ്ടായിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ചെയ്തതിൽ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത വന്നിട്ടില്ല. നിലവിലേതായാലും ഈ ദൃശ്യങ്ങൾ കൃത്യമായിട്ട് തന്നെ നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ട് എന്നുള്ളതാണ്. അതിൽ
ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നാണ് വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നത് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളും വരുന്നുണ്ട്. അതേസമയം തന്നെ യുവാവും കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്ന് ഏതായാലും പുറത്തിറങ്ങുന്നതിന് വേണ്ടി ഇത്തരമൊരു ശ്രമങ്ങളൊന്നും യുവാവിന്റെ ഭാഗത്തു നിന്നും തീർച്ചയായും ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു വിമർശനങ്ങളും ഉയരുന്ന ഒരു സ്ഥിതിയുണ്ട്. തീർച്ചയായും നിയമലംഘനം രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. മണ്ണാർക്കാട് നിപ്പ കണ്ടെയ്ൻമെന്റ് സോണിലാണ് പോലീസും യുവാവും തമ്മിൽ അസഭ്യവർഷവും കയ്യാങ്കളി ഉണ്ടായത്. കണ്ടെയ്ൻമെന്റ് സോണിന് പുറത്തിറങ്ങണമെന്ന് ആവശ്യപ്പെട്ട് ഇരുചക്ര വാഹനത്തിൽ എത്തിയ യുവാവുമായിട്ടാണ് പോലീസ് അസഭ്യവർഷവും പിന്നീട് സംഘർഷവും ഉണ്ടായത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ.